സെൻസർ ചെയ്യുന്നതിന് കേരള സർക്കാരിന് അധികാരമുണ്ട്. ചില ആളുകളുടെ ധാരണ ഈ സെൻസറിംഗ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ പെടുന്നതാണെന്നാണ്. അങ്ങനെയല്ല. സംസ്ഥാനത്തെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ ഇതൊരു വ്യവസായമാണ് എന്ന നിലയിൽ, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത ഉപാധിയാണ് എന്ന നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് സർക്കാർ നയം. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത സമീപനം ധാർമ്മികമായ സെൻസറിംഗ് അത് ചെയ്യേണ്ടവർ ചെയ്യണമെന്നതാണ്. ഞങ്ങളത് സെൻസർ ചെയ്യില്ല. 29ാമത് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് വിതരണ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണിത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ പുത്തൻ പരാമർശത്തോടെ മലയാള ടെലിവിഷൻ സീരിയലുകളുടെ കലാമൂല്യവും ഉത്തരവാദിത്തങ്ങളും സെൻസറിംഗ് പോലെയുള്ള ആവശ്യങ്ങളും വീണ്ടും ശക്തമാവുകയാണ്. അപ്പോഴും ഈ പ്രസ്താവനയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം. മലയാള സിനിമകൾക്കുള്ളതുപോലെ തന്നെ മലയാള ടെലിവിഷൻ സീരിയലുകൾക്കും ഒരു സെൻസറിംഗ് ആവശ്യമാണെന്നും പല സീരിയലുകളും എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് മാരകമാണെന്നും അതിൽ നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ തയ്യാറാവുകയും വേണമെന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറഞ്ഞത്. മന്ത്രി ഗണേഷ് കുമാർ അടക്കം താരങ്ങളും താരസംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ നിരവധി സാധാരണക്കാരുടെ ജീവിതോപാധി ആയതുകൊണ്ട് തന്നെ സെൻസറിംഗ് വേണം, എൻഡോസൾഫാനെ പോലെ മാരകം എന്നൊന്നും പറഞ്ഞത് ശരിയായില്ല എന്നാണ് ടെലിവിഷൻ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ പ്രേംകുമാറിന് അയച്ച തുറന്ന കത്തിൽ പറയുന്നത്. അഭിനേതാക്കൾ, ടെക്നീഷ്യൻസ്, പോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നീഷ്യൻസ്, സപ്പോർട്ട് സർവീസ് മേഖല, ഡ്രൈവേഴ്സ്, മാനേജ്മെന്റ് സ്റ്റാഫ് എന്നിങ്ങനെ 60ഓളം ആളുകൾ വീതം പങ്കെടുക്കുന്ന 40ഓളം സീരിയലുകളിലൂടെ നിരവധി സാധാരണക്കാരായ കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് മലയാള സീരിയൽ മേഖല. പെൻഷൻ, പ്രോവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, ബോണസ് തുടങ്ങി ഒരു ലൈഫ് സെക്യൂരിറ്റിയും തൊഴിലുറപ്പുമില്ലാത്ത സീരിയൽ മേഖലയിലെ ഒരു പറ്റം സാധുക്കളുടെ മുകളിലാണ് താങ്കൾ ഇപ്പോൾ എൻഡോസൾഫാൻ വിതറിയിരിക്കുന്നതെന്നാണ് ആത്മ ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാറിന് എഴുതിയ തുറന്ന കത്തിൽ പറയുന്നത്. പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുമായ KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രതിഷേധമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടെ അക്കാദമി ചെയർമാൻ കൊളുത്തുവിട്ട സീരിയൽ ചർച്ച വീണ്ടും പല തലങ്ങളിലായി വലുതാവുകയാണ്. ഒരുപാട് പേരുടെ ജീവിതോപാധിയാണ് എന്നതുകൊണ്ട് എങ്ങനെ ഒരു കലാരൂപത്തിന് സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം സീരിയലിൽ അവതരിപ്പിക്കപ്പെടുന്ന കണ്ടന്റുകൾ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും പുതുതലമുറയെ തെറ്റായി സ്വാധീനിക്കുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. ബഷീറിന്റെയും MTയുടെയും അടക്കം നിരവധി സാഹിത്യകാരന്മാരുടെ പ്രശസ്ത കഥകൾ ടെലിവിഷൻ സീരിയലുകളായി അവതരിപ്പിച്ച കാലഘട്ടത്തിൽ നിന്നും വിനോദ ചാനലുകളുടെ കച്ചവട താല്പര്യങ്ങൾക്കായി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് സീരിയലുകൾ മാറിയെന്നാണ് വലിയ വിമർശനം. ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോഴും സീരിയൽ പ്രേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് അതിന്റെ കലാമൂല്യത്തിലുണ്ടായ തകർച്ച കൊണ്ടാണെന്നും താൻ സീരിയൽ കാണാത്ത ആളാണെന്ന് ആളുകൾ അഭിമാനത്തോടെ പറയുന്ന സ്ഥിതിക്ക് കാരണമായത് അതിന്റെ കണ്ടന്റിൽ പുലർത്തുന്ന നിരുത്തരവാദിത്തമാണെന്നും നടി ഗായത്രി വർഷയും നേരത്തെ പ്രതികരിച്ചിരുന്നു. സ്ത്രീവിരുദ്ധവും കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്നതുമായ തരം കലാസൃഷ്ടികളായി സീരിയലുകൾ മാറിയിരിക്കുന്നുവെന്നും ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കാൻ ശേഷിയുള്ള കലാരൂപം എന്ന നിലയിൽ സീരിയലുകൾ നിയന്ത്രിക്കപ്പെടണമെന്നും സെൻസർ ചെയ്യപ്പെടണമെന്നുമാണ് ഗായത്രി വർഷ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത്. അതേസമയം സെൻസർഷിപ്പിന് വിധേയമാകാതെ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുന്ന അവരുടെ ഒറിജിനൽ കണ്ടന്റ് സിനിമകൾ, വെബ് സീരീസുകൾ, യൂട്യൂബിലെ വിവിധ തരം ഉള്ളടക്കങ്ങൾ, റീലുകൾ ചമയ്ക്കുന്ന വൈകൃതങ്ങൾ, സ്റ്റേജ് ഷോകളിൽ നടക്കുന്ന ബോഡി ഷെയിമുകൾ, വർണ്ണവർഗ അധിക്ഷേപങ്ങൾ, അവഹേളനങ്ങൾ എന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ സീരിയലുകളെ മാത്രം എന്തിനു വിമർശിക്കുന്നു എന്നാണ് ആത്മയുടെ ചോദ്യം. സിനിമയുടെയും ടെലിവിഷന്റെയും ഉന്നമനത്തിനായുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ഉന്നത പദവി അലങ്കരിക്കുന്ന താങ്കൾ കഴിഞ്ഞ 4 വർഷത്തിൽ സീരിയലുകളുടെ ഉള്ളടക്കം നന്നാക്കാനോ മറ്റെന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് പോലും സംഘടിപ്പിച്ചതായി ആർക്കും അറിവില്ലെന്നും ക്രിയാത്മകമായ മറ്റെന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രേംകുമാറിനെതിരെയുള്ള കത്തിൽ ആത്മ പറയുന്നു. പ്രേംകുമാറിന്റെ പ്രസ്താവനകൾക്കെതിരെ നടൻ ധർമ്മജൻ ബോൾഗാട്ടി, ഹരീഷ് പേരടി, സീമ ജെ നായർ എന്നിവരും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഞാൻ 3 മെഗാ സീരിയൽ എഴുതിയ ആളാണ്. എനിക്കത് അഭിമാനമാണ്. സീരിയലിന് എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലുകളിലൂടെ തന്നെ വന്ന ആളാണ്. ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നും ഇല്ലല്ലോ, പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ടെ ചേട്ടാ എന്നാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്രേംകുമാർ, നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് എൻഡോസൾഫാനേക്കാൾ മാരകം. ആ മാരകമായ ജീവിതത്തിൽ നിന്നാണ് മെഗാ സീരിയലിന്റെ കഥാകൃത്തുക്കളും സംവിധായകരും അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നതുമെന്നുമായിരുന്നു ഹരീഷ് പേരടിയുടെ വിമർശനവും പരിഹാസവും. നാട്ടിലെ രാഷ്ട്രീയ കളികളെക്കാൾ എത്രയോ ഭേദമാണ് സീരിയലുകൾ എന്നാണ് നടി സീമ ജെ നായർ അഭിപ്രായപ്പെട്ടത്. ഞങ്ങളെപ്പോലെ 10,000-കണക്കിന് ആളുകളുടെ ജീവിതമാണിത്. ഇതല്ലാതെ വേറൊരു തൊഴിലും അറിയാത്ത എത്രയോ പേരുണ്ട് ഇവിടെ. അതുകൊണ്ട് സീരിയലിന്റെ നെഞ്ചത്തേക്ക് മെക്കിട്ട് കയറാതെ
ശരിയാക്കേണ്ട നന്നാക്കേണ്ട കുറെ കാര്യങ്ങൾ വേറെയുണ്ട്. ആദ്യം അത് ചെയ്യൂ. എൻഡോസൾഫാനേക്കാളും വിഷം നിറഞ്ഞതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. പുതുതലമുറ ഈ വർഗീയതയും മറ്റും കണ്ടാണ് വളരുന്നത്. അതിലും ഭേദമാണ് ഞങ്ങളുടെ ജീവിതമാർഗമെന്നാണ് സീമാജി നായർ പറഞ്ഞത്. പ്രേംകുമാറും ആത്മയും സാംസ്കാരിക വകുപ്പും ചേർന്നുള്ള ചർച്ചകളും സീരിയൽ താരങ്ങളുടെ വിമർശനങ്ങളും തകൃതിയായി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ വീടുകളിൽ സന്ധ്യകളിൽ തെളിയുന്ന ടെലിവിഷൻ സീരിയലുകൾ പറഞ്ഞു വെക്കുന്നത് എന്ത് എന്നതിൽ വിശകലനം ആവശ്യമാണ്. സിനിമകളും പുസ്തകങ്ങളും പുറത്തിറങ്ങുന്ന പരസ്യങ്ങൾ പോലും സോഷ്യൽ ഓഡിറ്റിങ്ങിന് പാത്രമാകുമ്പോഴും ടെംപ്ലേറ്റുകൾ പൊളിയാതെ മുന്നോട്ട് പോകുന്നതിലൂടെ ഈ സീരിയലുകൾ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നതിനുകൂടെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. രാജ്യം മുഴുവൻ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന കണ്ടന്റുകളിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ സീരിയലുകൾ പിന്തിരിപ്പൻ ആശയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്?